ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് സൈക്കോളജിയുടെ 2015 നടന്നൊരു ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത ഒരുപാട് ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ കുറച്ച് വലിയ കുറച്ചധികം ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളത് വായിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് ഉത്തരത്തിലേക്ക് എത്തുക ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഏതായാലും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. നമ്മൾ നേരിട്ട് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കൂ. ശരിയുത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. നമ്മൾ ഒരു കർവാണ് അല്ലേ, അപ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നോക്കൂ. ഒരു കുട്ടിയുടെ 1 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ പഠന പുരോഗതിയെ സൂചിപ്പിക്കുന്ന ലേണിംഗ് കർവാണ് ഗ്രാഫിലുള്ളത്. എക്സ് അക്ഷത്തിൽ സമയവും വൈ അക്ഷത്തിൽ പഠന വേഗത അതായത് റേറ്റ് സൂചിപ്പിച്ചിരിക്കുന്നു. കുട്ടിയുടെ പഠനത്തെ പറ്റിയുള്ള നിങ്ങളുടെ വ്യാഖ്യാനം എന്ത്? ഓപ്ഷൻ എ, പഠനത്തിൽ പടിപടിയായ ഉയർച്ചയുണ്ട്. ദർ ഈസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്സിലറേഷൻ ഇൻ ദ ലേണിംഗ്. ബി, കുട്ടിയുടെ പഠനം സ്റ്റഡിയാണ് അല്ലേ. ദ ലേണിംഗ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഈസ് സ്റ്റഡി. തുടക്കത്തിൽ ഉയർച്ചയുണ്ട്, എന്നാൽ പിന്നീട് പഠനത്തിൽ താഴ്ച വന്നിട്ടുണ്ട്. ഇൻ ദ ബിഗിനിങ് ദർ ഈസ് ആക്സലറേഷൻ ഇൻ ലേണിംഗ് ബട്ട് ലേറ്റർ ദർ ഈസ് ഡിക്ലൈൻ. ഓപ്ഷൻ ഡി, ദർ ഈസ് കംപ്ലീറ്റ് ഡിക്ലൈൻ ഇൻ ദ ലേണിംഗ് ഓഫ് ദ ഇൻഡിവിജ്വൽ. നിങ്ങൾ ഈ കർവ് കണ്ടിട്ട് എന്താണ് മനസ്സിലാക്കുന്നത്? അപ്പോൾ നിങ്ങൾ നോക്കൂ, കർവ് ആദ്യം ഉയർന്നുയർന്ന് പോവുകയാണ്, പിന്നീട് എന്ത് ചെയ്യുന്നു? കുറച്ച് കഴിഞ്ഞപ്പോൾ താഴ്ച വരുന്നു. ആദ്യം ഉയർച്ച, പിന്നീട് പതിയെ പതിയെ താഴ്ച. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും ശരിയായിരിക്കുക? തുടക്കത്തിൽ ഉയർച്ചയുണ്ട്, എന്നാൽ പിന്നീട് പഠനത്തിൽ താഴ്ച വന്നിട്ടുണ്ട്. ഇൻ ദ ബിഗിനിങ് ദർ ഈസ് ആക്സിലറേഷൻ ഇൻ ലേണിംഗ് ബട്ട് ലേറ്റർ ദർ ഈസ് ഡിക്ലൈൻ. അപ്പോൾ ലേണിംഗ് കർവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഒരു ലേണിംഗ് കർവ് ഇവിടെ വരയ്ക്കാം. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോഴുള്ള ലേണിംഗ് കർവിൻ്റെ പേരെന്താ? പതിയെ പതിയെ ഈ ആദ്യം ഉയർച്ചയും പിന്നെ പതിയെ താഴോട്ട് പോകുന്ന ഇങ്ങനെയുള്ള കർവിൻ്റെ പേരാണ് നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് കർവ്. നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് കർവ്. ഓക്കെ, ആക്സിലറേറ്റഡ് കർവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഏത് രൂപത്തിലാണ്? കോൺവെക്സ് എന്ന് പറയാം. എന്ത് പറയാം? ഇതിൻ്റെ പേര് കോൺവെക്സ് കർവ്. കോൺവെക്സ് കർവ് കേട്ടോ. ക്ലിയർ? എന്നാൽ വേറെ ചില കർവുകളൊക്കെ വരച്ച് നോക്കാം. എക്സ് വൈ എന്നല്ലേ? എക്സ് അക്ഷത്തിൽ നമുക്കറിയാം അതിൻ്റെ ടൈമാണ് വരുന്നത്, വൈ അക്ഷത്തിൽ അതിൻ്റെ റേറ്റ് ആണ്. അപ്പോൾ ആദ്യം പുരോഗതി താഴ്ചയിലായിരിക്കും, പതിയെ പതിയെ ഉയർച്ചയിലേക്ക് പോകുന്ന കർവ്. ഇങ്ങനെയുള്ള കർവിന് പറയുന്ന പേരാണെന്ത്? പോസിറ്റീവ്ലി ആക്സിലറേറ്റഡ്. എന്താണ്? പോസിറ്റീവ്ലി ആക്സിലറേറ്റഡ് കർവ് എന്ന് പറയാം. എന്നാൽ ചില കർവുകൾ ഉണ്ടായിരിക്കും രണ്ടും, അതായത് മിക്സ്ഡ് കർവ് എന്ന് പറയാം. ആദ്യം പതിയെ താഴ്ചയിലേക്ക് പോകുന്നു, പിന്നെ ഉയർച്ചയിലേക്ക് വരും, പിന്നെയും എന്ത് ചെയ്യും? ഒരു ഉയർച്ചയിലേക്കും. പിന്നെ അങ്ങനെ ഇവിടെ എന്താ വെച്ചാൽ പഠനം ക്രമേണ ഇങ്ങനെ പുരോഗമിക്കുന്നതിൻ്റെ ഇടയിൽ മന്ദഗതിയാവുന്നു, വീണ്ടും പുരോഗതി പ്രാപിക്കുന്നു, വീണ്ടും മന്ദഗതിയാവുന്നു. ഇങ്ങനെയുള്ള ഇതിനാണ് മിക്സ്ഡ് കർവ് എന്ന് പറയാം. മിക്സ്ഡ് കർവ്. ഓക്കെ, ഇനി ചിലപ്പോൾ പഠന പുരോഗതി ഇങ്ങനെ ഉണ്ടാവും അല്ലേ, പഠന പുരോഗതി മിക്കുന്ന ഇതുണ്ടാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവിടെ ഒരു എന്താ പറയുക, സ്റ്റഡി ആയിട്ടുള്ളൊരു പോക്കായിരിക്കും. പിന്നെ ഇങ്ങനെ ഉയരുന്ന സമയത്ത് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് സ്റ്റഡി ആയിട്ടുള്ള ഒരു ഇതിന് പറയുന്ന പേരാണ് പഠന പീഠസ്ഥലി. പഠന പീഠസ്ഥലി. നമുക്ക് ഇതൊക്കെ പരിചയം ഉണ്ടാവും അല്ലേ. എന്താ പറയുക? പ്ലാറ്റ്യൂ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഘട്ടത്തിൽ, ഈ സ്റ്റഡി ആയിട്ടുള്ള ഈ ഘട്ടത്തിൽ എന്ത് നടക്കുന്നില്ല? പഠനത്തിൽ പുരോഗതി ഉണ്ടാകുന്നില്ല. ഓക്കെ, നമുക്ക് എ എന്ന് കൊടുക്കാം, ഇവിടെ ബി എന്ന് കൊടുക്കാം. അപ്പോൾ ഈ എ ബി ഈ രണ്ട് സ്ഥലങ്ങളിലും എന്ത് ചെയ്യില്ല? പഠനത്തിന് പുരോഗതി ഉണ്ടാവില്ല. അപ്പോൾ പഠിതാവിന് ശ്രദ്ധക്കുറവ്, അതല്ലെങ്കിൽ ശാരീരികമായ പ്രയാസങ്ങൾ, അങ്ങനെയുള്ള അതല്ലെങ്കിൽ ബോധന നമ്മൾ കൊടുക്കുന്ന പെഡഗോഗിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കുട്ടി പഠിക്കുന്നതിൻ്റെ അതിൻ്റെ കാഠിന്യം ഭയങ്കര അല്ലേ, കുട്ടിക്ക് പഠിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ, ഓക്കെ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പഠന പീഠസ്ഥലി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ലേണിംഗ് കർവിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ.
കിരണിന് പട്ടികളെ വളരെ പേടിയാണ്. അവൻ്റെ രക്ഷകർത്താക്കൾ എപ്പോഴും പട്ടിയെ സൂക്ഷിക്കണമെന്ന് പറയും. പട്ടികൾ ഇല്ലാത്ത വേളയിൽ പോലും കിരൺ ഒരു പട്ടി വരുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ സുഹൃത്തുക്കൾ അവനെ ഞെട്ടിക്കാറുണ്ട്. അന്നേരം അവൻ പേടിച്ച് പരവശനാവും. ഇവിടെ നിങ്ങൾ കിരണിൻ്റെ അവസ്ഥ നോക്കൂ. രക്ഷിതാക്കൾ പട്ടിയെ സൂക്ഷിക്കണമെന്ന് പറയും. പിന്നെ കിരൺ അങ്ങനെ പതിയെ പതിയെ ആ പട്ടിയെക്കുറിച്ചുള്ള ഒരു പേടി അവൻ്റെ മനസ്സിലേക്ക് വരുന്നു. പിന്നെ കിരൺ ഒരു പട്ടികളില്ലാത്ത സമയത്ത് പോലും പട്ടി വരുന്നു എന്നുള്ളൊരു പേടി മനസ്സിലേക്ക് വന്നു. അപ്പോൾ ഇതിനെന്താണ് പറയുന്നത്? ഏതിന് ഉദാഹരണമാണ്? സെമാൻറ്റിക് ജനറലൈസേഷൻ, എപ്പിസോഡിക് മെമ്മറി, സെൻസറി പ്രീ കണ്ടീഷനിങ്, ടെമ്പറൽ കണ്ടീഷനിങ്. ഇതെന്താണ്? സെൻസറി പ്രീ കണ്ടീഷനിങ് അല്ലേ? പ്രീ കണ്ടീഷനിങ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇതിൽ എപ്പിസോഡിക് മെമ്മറി എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ? എപ്പിസോഡിക് മെമ്മറി എന്താണ്? എപ്പിസോഡിക് മെമ്മറി അല്ലേ? നമുക്കറിയാം ആളുകളുടെ ഒരു ലോങ് ടേം മെമ്മറിയുടെ ഒരു ഉദാഹരണം. ലോങ് ടേം മെമ്മറി അല്ലേ? ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം ഉണ്ട്. ഈ ലോങ് ടേം മെമ്മറി 2 ടൈപ്സ് ഉണ്ട്. എപ്പിസോഡിക്കും ഉണ്ട്, സെമാൻറ്റിക്കും. അതിൽ ഓരോ സംഭവങ്ങൾ ഓർത്തിരിക്കാൻ നമ്മെ സഹായിക്കുന്ന മെമ്മറിയാണ് എപ്പിസോഡിക് മെമ്മറി. നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത് യാത്രയുടെ സന്ദർഭങ്ങൾ ഓർത്തിരിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളെ സഹായിക്കുന്ന എക്സ്പീരിയൻഷ്യൽ, നമ്മുടെ ജീവിതത്തിൽ അനുഭവസ്ഥമായ കാര്യങ്ങൾ ഓർത്തു വെക്കാനുള്ള കാര്യമാണ് എപ്പിസോഡിക് മെമ്മറി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫെമിന ടീച്ചർ ക്ലാസ്സിലെ പ്രാഥമിക ചർച്ചയ്ക്ക് ശേഷം കുട്ടികളെ പൂന്തോട്ടത്തിലേക്ക് നയിച്ചു. കുട്ടികൾ ഓരോ ചെടിയും പരിശോധിച്ച് അവയുടെ പ്രത്യേകതകളും വ്യത്യാസങ്ങളും ചർച്ച ചെയ്ത് നോട്ട്ബുക്കിൽ കുറിച്ചു. ഇത് കേരളത്തിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന പഠന പ്രക്രിയയുടെ സമീപനത്തിൻ്റെ ഭാഗമായാണ് ടീച്ചർ ചെയ്തത്. ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന സമീപനം നിങ്ങൾ നോക്കൂ. ഫെമിന ടീച്ചർ കുട്ടികളെ പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഓരോ ചെടിയും അവിടെ പരിശോധിക്കുന്നു. എന്നിട്ട് അതിൻ്റെ പ്രത്യേകതകളും വ്യത്യാസങ്ങളും അല്ലേ? പ്രത്യേകതകളും വ്യത്യാസങ്ങളും ചർച്ച ചെയ്ത് നോട്ട് ബുക്കിൽ കുറിക്കുന്നു. അപ്പോൾ ഇതിൽ കുട്ടികൾക്ക് ആക്ടിവിറ്റി കൊടുക്കുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ എക്സ്പീരിയൻഷ്യലായ അവരുടെ അനുഭവസ്ഥമാക്കിയിട്ടാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ അല്ലേ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി അല്ലേ? പ്രോസസ്സ് ഉണ്ട്. അതുപോലെ കുട്ടിയിൽ ആക്ടിവിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് രീതിയിലുള്ളതാണ് ചോദ്യം. പ്രക്രിയാബന്ധിത സമീപനം, പ്രോസസ് ഓറിയൻറ്റഡ് അപ്രോച്ച്, പ്രവർത്തനാധിഷ്ഠിത സമീപനം, ആക്ടിവിറ്റി ബേസ്ഡ് അപ്രോച്ച്, പഠന നേട്ടത്തിൽ ഊന്നിയുള്ള സമീപനം, ഔട്ട്കം ഫോക്കസ്ഡ് അപ്രോച്ച്. അപ്പോൾ നാലാമത്തെ ഓപ്ഷൻ നോക്കൂ. ഔട്ട്കം ഫോക്കസ്ഡ്, പ്രോസസ് ഓറിയൻറ്റഡ്, ആക്ടിവിറ്റി ബേസ്ഡ് അപ്രോച്ച്. നിങ്ങൾക്ക് ഏതായിരിക്കും? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിലുണ്ട് അല്ലേ? പ്രോസസ് ഓറിയൻറ്റഡ് ആണ്, ആക്ടിവിറ്റി ബേസ്ഡ് ആണ്, ഔട്ട്കം ഫോക്കസ്ഡ് ആണ്. അപ്പോൾ ഓപ്ഷൻ നമുക്ക് ഏത് കൊടുക്കാം? ഓപ്ഷൻ ഡി കൊടുക്കാം അല്ലേ? അതായത് ഔട്ട്കം ഫോക്കസ്ഡ് ആണ്, പ്രോസസ് ഓറിയൻറ്റഡ് ആണ്, അതുപോലെ തന്നെ ആക്ടിവിറ്റി ബേസ്ഡ് ആയിരിക്കും. സോ എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു സമീപനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് ഭാഗികമായി കേൾവിക്കുറവുണ്ട്. അതുകൊണ്ട് അധ്യാപിക പറയുന്നത് പൂർണ്ണമായി മനസ്സിലാക്കാൻ കുട്ടിക്ക് കഴിയുന്നില്ല. ഇത്തരത്തിലുള്ള പ്രശ്നം പരിഹരിക്കാൻ അധ്യാപിക എന്ന നിലയിൽ എന്ത് നടപടി സ്വീകരിക്കും? അപ്പോൾ കുട്ടി പാർഷ്യലി ഹിയറിംഗ് ഇമ്പയർഡ് ആണ്. അതാണല്ലോ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഓപ്ഷൻ വായിക്കുമ്പോൾ എല്ലാം ശരിയാണെന്ന് തോന്നും, പക്ഷേ ഏറ്റവും സ്യൂട്ടബിളായ ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ നോക്കൂ. ദ പാരൻറ്റ് വിൽ ബി ഇൻഫോംഡ് ടു സെൻഡ് ഹെർ ടു എ സ്പെഷ്യൽ സ്കൂൾ. കുട്ടിയെ രക്ഷിതാവിനെ വിളിച്ചിട്ട് ഒരു സ്പെഷ്യൽ സ്കൂളിൽ അയക്കാൻ പറയാം. അതാണോ? ദ ഗ്രൂപ്പ് ലീഡർ ഓഫ് ദ ക്ലാസ് മേ ബി ഗിവൺ ഡയറക്ഷൻ ടു ഹെൽപ്പ് ഹെർ. ക്ലാസ്സിലെ ആ ഗ്രൂപ്പിൻ്റെ ലീഡറെ അവനാവശ്യമുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറയും. ദ ഹെൽപ്പ് ഓഫ് റിസോഴ്സ് ടീച്ചർ മേ ബി മെയ്ഡ് അവൈലബിൾ. കുട്ടിയെ റിസോഴ്സ് ടീച്ചറുടെ സേവനം നൽകും കുട്ടിക്ക്. അതുപോലെ സീറ്റ് മേ ബി ഗിവൺ ഇൻ ദ ഫ്രണ്ട് റോ ഓഫ് ദ ക്ലാസ് ആൻഡ് റെഗുലർ ഹെൽപ്പ് മേ ബി അറേഞ്ച്ഡ് ഫ്രം ഗ്രൂപ്പ് ലീഡർ ആൻഡ് റിസോഴ്സ് ടീച്ചർ. ഈ ഓപ്ഷനിൽ നോക്കൂ. ക്ലാസ്സിലെ മുമ്പിലുള്ള വരിയിൽ കുട്ടിയെ ഇരുത്തും അല്ലേ? കുട്ടിക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നു. അതോടൊപ്പം ഗ്രൂപ്പ് മേധാവിയുടെയും റിസോഴ്സ് ടീച്ചറുടെയും സഹായം ഉറപ്പാക്കും. തീർച്ചയായും ഇത് മൂന്നും നമുക്ക് ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റൂലേ? അപ്പോൾ ഈ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ക്ലാസ്സിലെ മുമ്പിലുള്ള വരിയിൽ കുട്ടിയെ ഇരുത്തും. അതോടൊപ്പം ഗ്രൂപ്പ് മേധാവിയുടെയും റിസോഴ്സ് ടീച്ചറുടെയും സഹായവും ഉറപ്പാക്കും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ലീന ബുദ്ധിയുള്ള കുട്ടിയാണ്. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചയായി അവൾ ദുഃഖിതയായി കാണപ്പെടുന്നു. ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. അധ്യാപകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവും വളരെ കുറവ്. ലീന എന്തോ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. അത് എന്താണെന്ന് മനസ്സിലാക്കി പരിഹരിക്കണം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും നിരീക്ഷണങ്ങളും രേഖപ്പെടുത്തേണ്ടത്.
അപ്പോൾ ഇതെവിടെയാണ് രേഖപ്പെടുത്തുക? കുട്ടിക്ക് ബുദ്ധിയൊക്കെ ഉള്ള കുട്ടിയാണ്, പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്തെങ്കിലുമൊക്കെ പല മാറ്റങ്ങളും ആ കുട്ടിയിൽ കാണുന്നു. ഇത് നമ്മുടെ അധ്യാപകൻ എവിടെയാണ് രേഖപ്പെടുത്തുക? ദ ടീച്ചിങ് നോട്ട് ഓഫ് ദ ടീച്ചർ, ദ ക്യുമുലേറ്റീവ് റെക്കോർഡ്, ദി അനക്ഡോട്ടൽ റെക്കോർഡ്, ദ പേഴ്സണൽ ഡയറി ഓഫ് ദ ടീച്ചർ. എവിടെയായിരിക്കും രേഖപ്പെടുത്തുക? തീർച്ചയായും ഏതിൽ രേഖപ്പെടുത്തണം? അനക്ഡോട്ടൽ റെക്കോർഡ്. എവിടെ രേഖപ്പെടുത്തണം? അനക്ഡോട്ടൽ റെക്കോർഡ്. അപ്പോൾ എന്തുകൊണ്ട് അതിൽ രേഖപ്പെടുത്തുന്നു? കാരണം അല്ലേ, ഇങ്ങനെയുള്ള കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കുട്ടിയിൽ നിന്ന് കാണപ്പെടുന്ന ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇൻസിഡൻസുകൾ എവിടെയാണ് രേഖപ്പെടുത്തുക? ഇൻസിഡൻസുകൾ അനക്ഡോട്ടൽ റെക്കോർഡിലാണ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ ക്യുമുലേറ്റീവ് റെക്കോർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ആ കുട്ടിയുടെ വളർച്ചയിൽ ഓരോ ഘട്ടത്തിലുമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നതാണ് എന്ത്? ക്യുമുലേറ്റീവ് റെക്കോർഡ്. ഒരു കുട്ടി സ്കൂളിൽ ചെറിയ പ്രായത്തിൽ വന്നു, ആ കുട്ടി പഠിച്ചിറങ്ങി സ്കൂളിലെ ഒരു ഫുട്ബോൾ കളിക്കാരനാണെങ്കിൽ സ്കൂളിൽ നല്ല ഫുട്ബോളൊക്കെ കളിച്ച് അവൻ സ്റ്റേറ്റ് ലെവൽ സ്കൂൾ കഴിഞ്ഞു സ്റ്റേറ്റ് ലെവലിലേക്ക് സെലക്ഷൻ ചെയ്യപ്പെടുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ക്യുമുലേറ്റീവ് റെക്കോർഡ് ഉപകാരപ്പെടും. കാരണം എന്താ? ഓരോ ഘട്ടത്തിലും കുട്ടിയുടെ വളർച്ച രേഖപ്പെടുത്തുന്നതാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ്. ടീച്ചിങ് നോട്ടിൽ ഇത് എഴുതാൻ പറ്റുമോ? അതല്ലെങ്കിൽ പേഴ്സണൽ ഡയറിയിലാണോ എഴുതി വെക്കേണ്ടത്? യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അനക്ഡോട്ടൽ റെക്കോർഡിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ശബരി അധ്യാപകൻ നൽകുന്ന എല്ലാ കണക്കുകളും വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കും. അതിനുശേഷം തൊട്ടടുത്തിരിക്കുന്ന സഹപാഠികളെ ശല്യപ്പെടുത്തുകയും ക്ലാസ്സിൽ പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ശബരി ഒരു പ്രശ്നക്കാരനാണ്, അവന് ശിക്ഷ കൊടുക്കണം, ഇതാണോ? അല്ലെങ്കിൽ അധ്യാപകൻ നൽകുന്ന പ്രവർത്തനങ്ങൾ ശബരിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പര്യാപ്തമല്ല. ദ വർക്ക്സ് ഗിവൺ ബൈ ദ ടീച്ചർ ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ് ടു ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ശബരി. ദ പ്രോബ്ലം മേ ബി റിപ്പോർട്ടഡ് ടു ദ ഹെഡ് ഓഫ് സ്കൂൾ ആൻഡ് ദ പാരൻസ്. അവൻ്റെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യണം? പ്രധാന അധ്യാപകനെയും രക്ഷകർത്താവിനെയും അറിയിക്കണം. ഇതാണോ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ശബരിക്ക് ശരിയായ കൗൺസിലിംഗ് കൊടുക്കണം? ഏതാണ് ശരിയാവുന്നത്? നമുക്കറിയാം അവൻ്റെ എല്ലാ വർക്കും പെട്ടെന്ന് ചെയ്യും എന്ന് പറഞ്ഞാൽ അവനൊരു പ്രത്യേക കഴിവുണ്ടല്ലോ. പക്ഷേ മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ഇത് അവൻ പ്രശ്നക്കാരനായതുകൊണ്ടല്ല. ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്ത് വരണം? ഇവൻ ആരാണ്? ഇവനൊരു ഗിഫ്റ്റഡ് ചൈൽഡാണ്. ഗിഫ്റ്റഡ് ചൈൽഡ്. അപ്പോൾ ഗിഫ്റ്റഡ് ചൈൽഡിന് അധ്യാപകൻ കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ അവൻ്റെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ മാത്രമുള്ളതാണോ? അതായിരിക്കില്ല. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? പെട്ടെന്ന് തന്നെ തീർക്കുന്നത്. പിന്നെ ബാക്കിയുള്ള സമയം അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടായി മാറും. ഇതാണ്. അപ്പോൾ ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക, ഓപ്ഷൻ ബി, ദ വർക്ക്സ് ഗിവൺ ബൈ ദ ടീച്ചർ ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ് ടു ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ശബരി. ക്ലിയർ? ഇതാണ് ഓപ്ഷൻ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സർഗാത്മകതയുമായി ബന്ധപ്പെടാത്ത ഘടകം. വിച്ച് വൺ ഈസ് നോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് ക്രിയേറ്റിവിറ്റി? ഒറിജിനാലിറ്റി, ഫ്ലുവൻസി, ഡിസിപ്ലിൻ, ഫ്ലെക്സിബിലിറ്റി. നമുക്കറിയാം ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമാണെന്ത്? ഒറിജിനാലിറ്റിയും ഫ്ലുവൻസിയും ഫ്ലെക്സിബിലിറ്റിയും. അപ്പോൾ ഏത് വരില്ല? ഓപ്ഷൻ സി, ഡിസിപ്ലിൻ വരില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എച്ച് മാസ്ലോയുടെ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ സംബന്ധിച്ച് ഏറ്റവും ശരിയായി വിന്യസിച്ചിട്ടുള്ള ശ്രേണി ഏതാണ്? മാസ്ലോയുടെ ഹെയറാർക്കി ഓഫ് നീഡ്സ് നമുക്കറിയാം അല്ലേ? ഹെയറാർക്കി നമുക്കറിയാവുന്നതാണ്. അതിൽ ഏറ്റവും താഴെ വരുന്നതാണ് ഫിസിയോളജിക്കലിലെ ശാരീരികമായ ആവശ്യങ്ങൾ. 4 ഓപ്ഷനിലും ഫിസിയോളജിക്കൽ ഉണ്ട്. അടുത്ത നോക്കൂ, അടുത്തത് സേഫ്റ്റി അല്ലേ? അപ്പോൾ ആദ്യത്തെ ലോ സെക്കൻഡ് വന്നു, അപ്പോൾ അത് ശരിയല്ല, സേഫ്റ്റിയാണ്. അപ്പോൾ ബാക്കി 3 ഓപ്ഷനിലും സേഫ്റ്റി വന്നിട്ടുണ്ട്. ഇനി അടുത്ത മൂന്നാമത്തത് ലവ് ആൻഡ് ബിലോങ്ങിങ്സ്. ലവ് ആൻഡ് ബിലോങ്ങിങ്സ് തീർച്ചയായും 4ാമത്തെ ഓപ്ഷനും അല്ലേ? ഓപ്ഷൻ ഡിയിൽ സെൽഫ് എസ്റ്റീമാണ് വരുന്നത്, അപ്പോൾ അതും ശരിയല്ല. ഇനി 2 ഓപ്ഷൻസാണ് ബാക്കിയുള്ളത്. അടുത്തത് ഏതാ വരുന്നത്? ലവ് ആൻഡ് ബിലോങ്ങിങ് കഴിഞ്ഞിട്ട് സെൽഫ് എസ്റ്റീം ആണോ അതല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ആണോ? ഏതാണ് വരുന്നത്? നമുക്കറിയാം സെൽഫ് എസ്റ്റീം അല്ലേ? പിന്നെയാണ് കൊഗ്നിറ്റീവ് വരുന്നത്, പിന്നെ ഐസ്തെറ്റിക്. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അപ്പോൾ ഹെയറാർക്കി ഓഫ് നീഡ്സ് തീർച്ചയായും പഠിക്കണം, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത നോക്കാം. സൽമ ടീച്ചർ കേൾവിയിലൂടെ പഠനം, കാഴ്ചയിലൂടെ പഠനം, പ്രവൃത്തിയിലൂടെ പഠനം, അനുഭവത്തിലൂടെ പഠനം എന്നിവയ്ക്ക് ക്ലാസ് മുറിയിൽ എല്ലായ്പ്പോഴും അവസരം നൽകുന്നു. ഇപ്രകാരം വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ടീച്ചർ നൽകുന്നത്
അതായത് ടീച്ചർ എന്ത് ചെയ്യുന്നത് എക്സ്പീരിയൻസ് ഫോർ ഓഡിറ്ററി ലേണിംഗ്, വിഷ്വൽ ലേണിംഗ്, ലേണിംഗ് ബൈ ഡൂയിങ് ആൻഡ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, ഇതിനൊക്കെ ക്ലാസ്സിൽ അവസരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചർ ഇവിടെ ചെയ്യുന്ന ഇതിലെ അനുഭവങ്ങൾ എന്തൊക്കെ രീതിയിലാണ് കൊടുക്കുന്നത് എന്ന് പറയില്ലേ, ഇങ്ങനെ കൊടുക്കുമ്പോൾ ഓരോ കുട്ടിയുടെയും വ്യക്തിഗത ആവശ്യങ്ങൾ സാധ്യമാകാൻ വേണ്ടിയാണോ, കുട്ടികളുടെ വ്യത്യാസത്തെ പരിഗണിക്കാൻ വേണ്ടിയാണോ, കുട്ടികളുടെ വ്യക്തിഗത ആവശ്യങ്ങളും വ്യക്തി വ്യത്യാസവും പരിഗണിക്കാൻ വേണ്ടിയാണ്, അല്ലെ കുട്ടികൾ നല്ല സ്കോർ ലഭിക്കുന്നതിനാണ്. അപ്പോൾ തീർച്ചയായും കുട്ടികൾക്ക് സ്കോർ ലഭിക്കുക എന്നുള്ളത് നമുക്കിവിടെ ഓപ്ഷനിൽ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ, വെറും സ്കോറിന് വേണ്ടി മാത്രമാണോ? അല്ല. പിന്നെ ഇൻഡിവിജ്വൽ നീഡ്സ് പരിഗണിക്കേണ്ടി വരും അല്ലേ, കാരണം ഓരോ കുട്ടിയുടെയും നീഡ്സുകൾ വ്യത്യാസം ഉണ്ടാവും. ഗിഫ്റ്റഡ് ചൈൽഡും അണ്ടർ അച്ചീവറും ഒരുപോലെ ആയിരിക്കില്ല. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസും കുട്ടികൾ ഉണ്ടാവില്ലേ, അതും ടീച്ചർ എന്ത് ചെയ്യുന്നു, പരിഗണിക്കുന്നു. തീർച്ചയായും ഈ 2 ഓപ്ഷനും കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? കാറ്ററിങ് ദ ഇൻഡിവിജ്വൽ നീഡ്സ് ആൻഡ് ടാക്ലിംഗ് ദ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ തീർച്ചയായും ഏതാണ് ശരി? ഓപ്ഷൻ സി ആണ് ശരി. അപ്പോൾ അടുത്ത് നോക്കൂ, കാഴ്ചയുടെ മണ്ഡലത്തിൽ മാത്രമായി ഒതുങ്ങാതെ ആശയങ്ങൾ രൂപപ്പെടുത്താനും പ്രശ്ന നിർദ്ധാരണത്തിന് ആവശ്യമായ മാനസിക കഴിവുകൾ വർദ്ധിപ്പിക്കാനും ഉതകുന്ന ബുദ്ധി. മലയാളം പറയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്കൊരു കൺഫ്യൂഷനൊക്കെ വരും, ഏതായിരിക്കും? ഇംഗ്ലീഷ് ഒന്ന് വായിച്ചാൽ മതി. Which of the following intelligence gives one the ability to manipulate and create mental images in order to solve problems and is not limited to visual domains? ഏതാണ്? സ്പാഷ്യൽ ഇൻ്റലിജൻസ്, ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, ബോഡിലി കിനസ്തെറ്റിക് ഇൻ്റലിജൻസ്. ഇവിടെ എന്ത് കൊടുക്കുന്നുണ്ട്? എബിലിറ്റി ടു മാനിപ്പുലേറ്റ് ആൻഡ് ക്രിയേറ്റ് മെൻ്റൽ ഇമേജ്, മനസ്സിൽ ഇമേജുകൾ സൃഷ്ടിക്കുക അല്ലേ, ഓരോ പ്രോബ്ലംസ് പരിഹരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? റിയലി ക്വസ്റ്റ്യൻ ഒന്ന് ടഫാക്കി ചോദിച്ചതാണെങ്കിലും ഓപ്ഷൻ അല്ലേ ഏതാണ് ശരി? ഓപ്ഷൻ എ സ്പാഷ്യൽ ഇൻ്റലിജൻസ് ആണ്, സ്ഥലപരമായ ബുദ്ധിയാണ്. ഇവിടെ ലിംഗ്വിസ്റ്റിക് ഒക്കെ നോക്കൂ, ലിംഗ്വിസ്റ്റിക് നമുക്കറിയാം അല്ലേ, വായനയും റീഡിങ്ങും ഒക്കെ ലിംഗ്വിസ്റ്റിക്കുമായി ബന്ധപ്പെട്ടതാണ്. മ്യൂസിക്കുമായി ബന്ധപ്പെട്ടത്. ബോഡിലി കിനസ്തെറ്റിക് അല്ലേ, നമ്മളെ ഡാൻസ്, സ്പോർട്സ് എല്ലാം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ബോഡിലി കിനസ്തെറ്റിക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ചെടിയുടെ വിവിധ ഭാഗങ്ങൾ കണ്ടെത്തുന്നതിനായി അരുൺ ചെടികളെ നിരീക്ഷിക്കുകയാണ്. അപ്പോൾ നിരീക്ഷണം നടക്കുകയാണ് ഇവിടെ കേട്ടോ. പ്രത്യക്ഷത്തിൽ കാണപ്പെട്ട ഇല, കാണ്ഡം എന്നിവ അരുൺ കണ്ടെത്തി. പെട്ടെന്ന് എന്ത് ചെയ്തു? ഇലയും ഒരു കാര്യം കണ്ടെത്തി അല്ലേ. എന്നിട്ട് ഇത് കണ്ടു നിന്ന ഗോപു ചെടിയുടെ മറ്റു ഭാഗങ്ങൾ ഏതെല്ലാമെന്ന് മറ്റൊരു ചെടി കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഇത്തരം അനുഭവങ്ങളാണ് കുട്ടിക്ക് നൽകേണ്ടത് എന്ന് നിർദ്ദേശിച്ചത് അല്ലേ. ഇവരെന്ത് ചെയ്യുന്നു? നിരീക്ഷിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഓരോന്നും മനസ്സിലാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞത് ആരാണ്? ബ്രൂണർ, വൈഗോട്സ്കി, സ്കിന്നർ, ചോംസ്കി. ആരാണ്? ജെറോമസ് ബ്രൂണർ ആണ് അല്ലേ, ജെറോമസ് ബ്രൂണർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ജെറോമസ് ബ്രൂണർ നിർദ്ദേശിച്ച വൈജ്ഞാനിക വികാസം നടക്കുന്ന വിവിധ ഘട്ടങ്ങളേവ? പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. അടുത്ത് നോക്കൂ, പ്രവർത്തന ഘട്ടം, പ്രയോഗഘട്ടം. അപ്പം നിങ്ങൾ ഈ നോക്കി, ഈ പ്രയോഗഘട്ടം വരുന്നുണ്ടോ? അപ്ലിക്കേഷൻ എന്നുള്ളൊരു സാധനം, അപ്ലിക്കേഷൻ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. അപ്ലിക്കേഷൻ വരുന്ന ഓപ്ഷൻസ് ഒക്കെ നോക്കി, ഇതിലൊന്നുമില്ല. അപ്പോൾ ഓപ്ഷൻ ഏതാണ് ശരി? എനാക്റ്റീവ് സ്റ്റേജ്, ഐക്കണിക് സ്റ്റേജ് ആൻഡ് സിംബോളിക് സ്റ്റേജ്. ഇതാണ് ശരിയായ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, അന്താരാഷ്ട്ര മനുഷ്യാവകാശ സമിതിയുടെ ഉടമ്പടി പ്രകാരം പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ സമഗ്രവും വ്യാപകവുമായ അഭിവൃദ്ധിക്കും വേണ്ടി രൂപം കൊണ്ടത്. അതായത് ഫോർ പ്രൊട്ടക്റ്റിംഗ് ദ റൈറ്റ്സ് ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. ഏതായിരിക്കും ഉത്തരം? നമ്മൾ എല്ലാ ഓപ്ഷനും വായിക്കേണ്ട, അത് ഓപ്ഷൻ തന്നെ പഠിച്ചു വെച്ചാൽ മതി. യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻസ് ഓൺ ദ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസാബിലിറ്റി. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 14ാമത്തെ ക്വസ്റ്റ്യൻ. സ്കൂളുകളിൽ പഠിതാവിനെ വിലയിരുത്തുന്നതിന് ഉദ്ദേശം. ദ പേർപ്പസ് ഓഫ് ലേണർ അസസ്മെൻറ്റ് ഇൻ സ്കൂൾ. സ്കൂൾ എന്തിനാണ് കുട്ടിയെ അസസ് ചെയ്യുന്നത്? സമ്മേറ്റീവ് ആൻഡ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. ശരിയാണല്ലോ അല്ലേ. സ്കൂളിൽ സമ്മേറ്റീവ് വാർഷിക പരീക്ഷകളും ഫോർമേറ്റീവായിട്ട് കണ്ടിന്യൂസ് ഇവാലുവേഷനും നടക്കുന്നുണ്ട്.
ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റ് ആൻഡ് റെമഡിയൽ ടീച്ചിങ്, അതെ കുട്ടികൾ ഡയഗ്നോസിസ് അസസ്മെൻ്റ് ഉണ്ട്, റെമഡിയൽ ടീച്ചിങ് കൊടുക്കുക, അതും ശരിയാണ്. എൻഷുറിങ് റെഡിനെസ് ടു ലേൺ, കുട്ടി പഠിക്കാൻ സന്നദ്ധനാണോ എന്ന് നോക്കുന്നില്ലേ. ഗിവിങ് പണിഷ്മെൻറ്റ് ടു ദ ചിൽഡ്രൻ, കുട്ടിക്ക് പണിഷ്മെൻറ്റ് കൊടുക്കാനാണോ അസസ്മെൻറ്റ് നടത്തുന്നത്? അല്ല. അപ്പം 3 ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ, ഓപ്ഷൻ ഡി ആണ് 3 ശരിയായിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, അവസാനത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഒരു വ്യക്തിയുടെ ശാരീരിക ചലനശക്തി ക്രോഡീകരിക്കാനും നിലനിർത്താനും സാധിക്കുന്നത് മസ്തിഷ്കത്തിൻ്റെ ഏത് ഭാഗത്തിൻ്റെ പ്രവർത്തനം മൂലമാണ്? നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് ഫിസിക്കൽ മൂവ്മെൻറ്റ് ആൻഡ് ദ സ്റ്റെബിലിറ്റി ഓഫ് ഇൻ ദ മൂവ്മെൻറ്റ്. അതായത് നമുക്കറിയാം, നമുക്ക് ബാലൻസ് തരുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? സെറിബ്രം, തലാമസ്, സെറിബെല്ലം, ഹൈപ്പോതലാമസ്. ഏതാണ് ശരി? ഉത്തരം സെറിബെല്ലമാണ് കേട്ടോ. അപ്പോൾ സെറിബ്രം, ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. പക്ഷേ ഇവിടെയാണ് ചിന്ത, തിങ്കിങ്, മറ്റുള്ള കാര്യങ്ങൾ അല്ലേ, ലാംഗ്വേജ്, സംസാരവുമായി, നമ്മുടെ സ്പീച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്ന പ്രവർത്തനം അത് നമ്മുടെ സെറിബ്രത്തിലാണ്. പക്ഷേ ബാലൻസ്, നമുക്കൊരു ബാലൻസ് തരുന്നത് എന്താണ്? സെറിബെല്ലമാണ്. ക്ലിയർ? അപ്പോൾ ഇന്നത്തെ 15 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്കറിയാം, ക്വസ്റ്റ്യൻ കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളാണ് ഇവയെല്ലാം. ഇതിൻ്റെ 15 ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഇതിനെക്കുറിച്ച് ഈ ക്ലാസ്സുകളെ പരിചയപ്പെടുത്തി കൊടുക്കുക. സോ താങ്ക് യു.